നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മാളത്തിൽ ഒളിച്ചിരുന്ന ഇടതു സർക്കാരിന്റെ ജനക്ഷേമ സ്നേഹം പുറത്തു വന്നു. കഴിഞ്ഞ 9 വർഷത്തോളം ജനങ്ങളുടെ ക്ഷേമം വേണ്ടെന്ന് വെച്ച പിണറായി സർക്കാരിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബോധോദയമുണ്ടാകുന്നു. PM ശ്രീയിൽ CPIക്ക് മുന്നിൽ വിയർത്ത് വിറങ്ങലിച്ചു നിന്ന് CPMന് രക്ഷാകവചം ഒരുക്കുകയാണ് സത്യത്തിൽ പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തത്. 2500 രൂപ നൽകാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ 400 രൂപ കൂട്ടിയത് ആരെ കബളിപ്പിക്കാനാണ്? 233 രൂപ ദിവസവേതനം ലഭിക്കുന്ന ആശാപ്രവർത്തകർക്ക് ഇപ്പോൾ വർദ്ധിച്ചത് 33 രൂപ മാത്രം. എന്നിട്ടും PR തള്ളിനും മന്ത്രിമാരുടെ തള്ളിനും കുറവില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനവും വരുത്തി മുന്നോട്ട് പോകുന്ന ഇടതു സർക്കാർ കബളിപ്പിക്കുന്നത് ആരെയാണ്? സ്വാഗതം ഡിബേറ്റ് 360യിലേക്ക്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് കോൺഗ്രസ് പ്രതിനിധി രജനീസ് ഉണ്ണിത്താൻ, LDF പ്രതിനിധി ശ്രീ പ്രേംഭാസിൻ, ആശാപ്രവർത്തകരുടെ പ്രതിനിധിയായി ശ്രീമതി ഉഷ ഉടമലക്കൽ, രാഷ്ട്രീയ നിരീക്ഷകൻ B. റെജി എന്നിവരാണ്. ആദ്യം ശ്രീ പ്രേംഭാസിൻ, 2 ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത് സംസ്ഥാനത്തിന് ഫണ്ടില്ല, അതുകൊണ്ട് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ വാരിക്കോരി വലിയ പ്രഖ്യാപനങ്ങൾ നൽകുന്നു. ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു നേട്ടവും ഒരിക്കലും ആരും എതിർക്കില്ല. പക്ഷേ തൊട്ട് 2 ദിവസം മുൻപ് പണമില്ല എന്ന് പറഞ്ഞ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു പ്രഖ്യാപനം നടത്താൻ പണം ലഭിച്ചോ എന്ന പൊതുസമൂഹത്തിലെ ചോദ്യത്തിന് എന്താണ് ഉത്തരം? ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനിച്ച ജനക്ഷേമകരമായ നിരവധിയായ പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എപ്പോഴും നിലകൊണ്ടിരുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പമാണ്. ഇപ്പം ക്ഷേമ പെൻഷൻ നമുക്ക് എടുത്തു നോക്കാം. കാലാകാലങ്ങളിലുള്ള ക്ഷേമ പെൻഷനുകൾ 1600 രൂപയിൽ നിന്ന് 2000 രൂപയായി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന അവസരത്തിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകേണ്ടിയിരുന്ന 4% അല്ലെങ്കിൽ ക്ഷാമബദ്ധ DA 4% കൊടുക്കാൻ ഈ ഇന്നലത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ആശാവർക്കർമാർക്ക് 1000 രൂപ അവരുടെ വേതനത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് LDF പ്രകടന പത്രികയിൽ പറയുന്ന രൂപത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന രൂപത്തിൽ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി എന്ന ആ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സാധിച്ചു. ഏതാണ്ട് 9963.44 കോടി രൂപ അധിക ചെലവഴിച്ചിട്ടാണ് ഈ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള യുവാക്കൾക്കുള്ള അതുപോലുള്ള എല്ലാവർക്കും ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഗുണം ചെയ്യുന്ന രൂപത്തിലുള്ള നിരവധിയായ പ്രവർത്തന പദ്ധതികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി സെൻട്രൽ ഗവൺമെന്റിന്റെ നിലപാടുകൾ നമുക്കറിയാം. ഓരോ കാര്യത്തിലും സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ കേരളത്തോട് ഇപ്പോൾ നമുക്ക് GSTയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്ന പണത്തിൽ വന്ന വ്യത്യാസം, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ മറ്റ് കാര്യങ്ങൾ വരുന്ന സമയത്ത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അനീതി, വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി അവർ കേരളത്തോട് കാണിച്ച പ്രശ്നങ്ങൾ, റേഷൻ അരി നമുക്ക് തന്നിട്ട് അതിന്റെ പണം തിരിച്ചടയ്ക്കാൻ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ്, അങ്ങനെ എല്ലാ മേഖലകളിലും കേരള ഗവൺമെന്റിനെതിരായി അല്ലെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തിന് എതിരായിട്ടുള്ള രൂപത്തിലാണ് ഈ ഗവൺമെന്റിനെ ഞെരുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സെൻട്രൽ ഗവൺമെന്റ് ചെയ്തത്. അവിടെ എല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇതിനെയെല്ലാം തന്നെ തട്ടി മാറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിനെ ഒരു എലക്ഷൻ സ്റ്റണ്ടായോ അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ പണമില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചോ ഒന്നുമല്ല. ഇത് വളരെ നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടമാകുമ്പോഴേക്കും പൂർത്തീകരിക്കേണ്ടത്. അല്ല, ശ്രീ പ്രേംഭാസൻ, അങ്ങയുടെ ഇടപെട്ട ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇതേ വിഷയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ 10/7/2024 നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും, നിരവധിയായിട്ടുള്ള
ഈ പ്രഖ്യാപനങ്ങളൊക്കെ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് 2024 7 മാസം 10 തീയതി. ഇത് നിയമസഭയിൽ പറഞ്ഞതാണ്. അതായത് ഈ പ്രഖ്യാപനം നടത്തി 15 മാസങ്ങൾക്ക് മുൻപ്. അതിനുശേഷം ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അനക്കവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രഖ്യാപനം നടത്തുന്നത്. എൻ്റെ ചോദ്യം വീണ്ടും അതിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിലൂടെ പണം ലഭിക്കേണ്ടതുണ്ട് എന്നൊരു വാദമാണ് അദ്ദേഹം അതിൽ ഒപ്പിട്ടതിന് നൽകിയത്. എൻ്റെ ചോദ്യം ഇന്നും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ചോദിച്ചത്, ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്നു, ഫണ്ടുണ്ടോ? ഇനി നേരിട്ടുള്ള ചോദ്യമാണ്. അതെ, അത് സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സാമ്പത്തിക ഞെരുക്കത്തെ സംബന്ധിച്ച് കേരളത്തിലെ സർക്കാർ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഫണ്ട് കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകും. കാരണം ഇതുവരെ നൽകിയിരുന്ന ഫണ്ടിൽ നിന്ന് 9,963.4 കോടി രൂപ അധിക ചെലവ് വരുമ്പോൾ അത് കണ്ടെത്താൻ സർക്കാരിന് ബാധ്യതയുണ്ടല്ലോ. ആ ബാധ്യത കണ്ടെത്താനുള്ള സർക്കാരിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തും. അപ്പോൾ PM-ശ്രീ പദ്ധതിയിലൂടെ ഒപ്പിട്ടില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ പണം തരാതിരുന്നിരുന്നെങ്കിലും നിങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ എന്തോ ഒരു വിധേയത്വം കൊണ്ടാണ് ഒപ്പിട്ടു, അല്ലേ? അല്ല, ഒരു ഫെഡറൽ സംവിധാനത്തെ നോക്കുകുത്തിയായിക്കൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് പല പദ്ധതികളും നടപ്പാക്കുന്നത്. ഏതെല്ലാം മേഖലകളിലാണ് അവരുടേതായ അജണ്ടകളോ അല്ലെങ്കിൽ അവരുടേതായ തീരുമാനങ്ങളോ അടിച്ചേൽപ്പിക്കുന്നത്? അല്ല, ശ്രീ പ്രേംഭാസിന് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ വയനാട് ദുരന്തം നമ്മൾ എല്ലാവരും ഞെട്ടിവിറച്ച ദുരന്തമാണ്. അതിന് കേന്ദ്രം നമുക്ക് എന്താണ് തന്നത്? കേവലം നക്കാപ്പിച്ച തുക മാത്രം. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മളിവിടെ സ്വന്തമായി നമ്മളിവിടെ ഫണ്ട് രൂപീകരിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ തന്നെ ദുരിതാശ്വാസ നിധി അടക്കമുള്ള കാര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയില്ലേ? അതുകൊണ്ട് കേന്ദ്രം ഞങ്ങൾ ഞെരുക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊന്നും ഫണ്ട് കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞ് അവർക്ക് കൊണ്ട് അടിയറവ് വയ്ക്കുന്നത് എന്തായാലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ചേർന്നതല്ല. അതൊരിക്കലും അങ്ങനെ കരുതാനും കാണില്ല. ഞാൻ അങ്ങനെയൊക്കെ അടുത്ത ഘട്ടത്തിൽ വരാം. ശ്രീ രജനി ഇവിടെ ഈ പറഞ്ഞതുപോലെ, ശ്രീ പ്രേംഭാസിൻ പറഞ്ഞതുപോലെ, ഒറ്റ നിമിഷം സാർ, ഞാൻ അങ്ങനെയൊക്കെ വരാം. ഞാൻ അടുത്ത ഘട്ടത്തിൽ അങ്ങനെയിലേക്ക് വരാം. രജനി ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ സർക്കാർ വലിയ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്തി. നിശ്ചയമായും പ്രതിപക്ഷമടക്കമുള്ളവർ എല്ലാ ജനങ്ങളും പറയുന്നത് ജനങ്ങൾക്ക് 1 രൂപ ലാഭമുണ്ടാകുന്ന നേട്ടമുണ്ടാകുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും എതിർക്കേണ്ടതില്ല, അത് സ്വീകരിക്കുക. പക്ഷേ സമയം വളരെ പ്രധാനമാണ്. 15 മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി ഇതേ കാര്യം തന്നെ നിയമസഭയിൽ അറിയിക്കുന്നു. LDF-ന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് 2500 രൂപ ഈ ക്ഷേമ പെൻഷനാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് ആഴ്ചകളോ ദിവസങ്ങളോ ഒക്കെയാണ്. തൊട്ട് മുൻപ് നടത്തുന്ന ഈ ഒരു പ്രഖ്യാപനം എങ്ങനെയാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത്? നോക്കൂ ലിജിൻ, ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണിക്കുന്ന ഒരു ജിമിക്കി എന്നുള്ളതിന് കവിഞ്ഞ് യാതൊരു ഗുണവുമില്ലാത്ത, പൊതുജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ലാത്ത ഒരു പ്രഖ്യാപനം എന്നുള്ളത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഈ പറയുന്ന ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുമ്പോൾ അവർ പ്രകടന പത്രികയിൽ പറയുന്നത് എന്താണ്? 2500 രൂപ ഈ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വരുന്നൊരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഈ 4.5 വർഷക്കാലം എവിടെ പോയിരിക്കുകയായിരുന്നു? 4.5 വർഷക്കാലം ഈ പറയുന്ന പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാത്ത, 5 മാസക്കാലം ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാത്തൊരവസ്ഥ ഇവിടെ വന്നു. പൊന്നമ്മ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട അമ്മ ഇവിടെ പെൻഷൻ കിട്ടാതെ റോഡിൽ സമരം ചെയ്തത്, കസേരയിട്ട് സമരം ചെയ്തത് നമ്മൾ കണ്ടതാണ്. ആ അമ്മ പെൻഷൻ കിട്ടാതെ മരിക്കുന്നത് ഈ കേരളത്തിലാണ്. അങ്ങനെയുള്ള ഒരുപാട് അമ്മമാർ നിലനിൽക്കുമ്പോൾ അവർക്കാർക്കും പെൻഷൻ കൊടുക്കാതെ ഇപ്പോൾ ഇത്ര വ്യഗ്രതയോടുകൂടി വന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രഖ്യാപനം നടത്തുന്നത് വേറെ ഒന്നുമല്ല. ഈ നാട്ടിൽ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് CJP നയം വെളിയിലേക്ക് വരുന്ന ഒരു കാലാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു. 2 ശബരിമലയിലെ തങ്കപ്പാളികൾ കൊണ്ടുപോയി മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട ആരോപണം നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിന് അവരുടെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി, അവരുടെ മുഖം രക്ഷിക്കുവാൻ വേണ്ടിയും 2 തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ മുഖം രക്ഷിക്കുവാനും വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി മാത്രമാണ് ഇത്ര ധൃതിപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. ആ പത്രസമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? CPI-യുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന CPI-യുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നം അഭിമുഖീകരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങളെയെല്ലാം സാധൂകരിച്ചുകൊണ്ട് അതിനൊന്നും വലിയ പ്രശസ്തിയില്ല, ഇതാണ് ഇതിൻ്റെ പ്രശസ്തി എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. ഓക്കെ, സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും 1 രൂപ പോലും കിട്ടുന്നതിന് നമ്മൾ ആരും എതിരല്ല. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും 1 രൂപ പോലും കിട്ടുന്നതിന് നമ്മൾ എതിരല്ല. പക്ഷേ
ഇത്രയും നാൾ ഇവരെ എവിടെ പോയിരിക്കുകയായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണോ 2500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞവർ 400 രൂപ കൂട്ടി ഈ പറയുന്ന 2000 രൂപ ആക്കിക്കൊണ്ട് ഈ പറയുന്ന ആളുകളെ പറ്റിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്? ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ ആശാ വർക്കർമാർക്ക് 1000 രൂപ കൂട്ടി കൊടുത്തു എന്ന്. ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട സമരം ഇവിടെ എത്ര ദിവസങ്ങൾ കഴിയുകയാണ്? സെക്രട്ടേറിയറ്റ് നടയിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട ആശമാർ സമരം ചെയ്യുകയാണ്. UPA ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ആയിരുന്നല്ലോ ആശ എന്ന് പറയുന്നൊരു പദ്ധതി. എങ്ങനെയാണ് ഈ ആശ എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാവുന്നത്? ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവരായ ആളുകളെ ചികിത്സിക്കുവാൻ, ഗർഭിണികളായ ആളുകളെ ചികിത്സിക്കുവാൻ ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി ആശ എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഏതാണ്ട് പാർട്ട് ടൈം രീതിയിലായിരുന്നു ആ ഒരു തൊഴിലവസരം. അതിൽ നിന്നും മാറി ഈ കൊറോണ സമയത്ത് ഈ ആശമാരെ എന്തും വേണ്ടി ബുദ്ധിമുട്ടിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഫുൾ ടൈം, അതായത് ഒരു ദിവസം 24 മണിക്കൂറും ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആശമാർ മാറിയിരിക്കുന്ന ആശമാർ അവർ സമരത്തിലേക്ക് പോകുമ്പോൾ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് സമീപനമാണ് എടുത്തത്? ഇവരെ കാണുവാൻ, സാധാരണപ്പെട്ട ആശമാരെ കാണുവാൻ വേണ്ടി പോലും ഒരു സമീപനം എടുക്കാതെ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ പോലും ഒരു സമീപനം എടുക്കാതെ അവർ സമരത്തിലേക്ക് പോവുകയാണ്. അവരുടെ സമരങ്ങൾ നമ്മൾ കണ്ടതല്ലേ? കേരളക്കരയിലെ പാവപ്പെട്ട അമ്മമാർ കണ്ടതല്ലേ? കേരളക്കരയിലെ പാവപ്പെട്ടവരായ സ്ത്രീജനങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? അവരുടെ സമരങ്ങളിൽ ഒരു പാവപ്പെട്ട ഒരു ആശയായ അമ്മ പറയുന്നത്, ആ അമ്മയോട് ചോദിക്കുകയാണ്, സമരം ചെയ്തിട്ടുണ്ടോ, നിരാഹാരം ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, ഞാൻ നിരാഹാരം ഇതുവരെയായി ഇരുന്നിട്ടില്ല, പക്ഷേ എനിക്ക് ജീവിക്കുവാൻ വേണ്ടി വേറെ മാർഗമില്ല, ഈ പറയുന്ന 233 രൂപയുമായി എനിക്ക് ജീവിക്കുവാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ നിരാഹാരത്തിലേക്ക് പോവുകയാണ്. എൻ്റെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വളർത്തുവാൻ, എൻ്റെ കുഞ്ഞിന് പാല് വാങ്ങിച്ചു കൊടുക്കുവാൻ, ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുവാൻ ഞാൻ നിരാഹാരത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇരിക്കുന്ന കേരള നാട്ടിലെ പാവപ്പെട്ട ഒരു ആശയാണ്. ആ ആശമാരെല്ലാം നിരാശയിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ ദിവസം ആ ഗവൺമെൻറ്റിനെ പ്രതികരിക്കുന്ന, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അതിൻ്റെ ക്യാപ്റ്റൻ വന്ന് പത്രസമ്മേളനത്തിൽ വിളിച്ചു കൂട്ടി പത്രക്കാരോട് പറയുകയാണ് 1000 രൂപ കൂട്ടിയെന്ന്. എന്ത് പ്രഹസനമാണ് പറഞ്ഞിരിക്കുന്നത്? ഇത്രയും നാളും ഇല്ലായിരുന്ന ഈ ആശമാരോടുള്ള സ്നേഹം, ആ ആശമാരുടെ സ്നേഹമാണ് കാണിച്ചത്. അവരെ കബളിപ്പിക്കുന്ന രീതിയിലേക്കല്ലേ പോയി? അവരുടെ ന്യായമായൊരു ആവശ്യമല്ലേ 700 രൂപ എന്ന് പറയുന്നത്? നമ്മുടെ എല്ലാ വീടുകളിലൊക്കെ അതിഥി തൊഴിലാളികളൊക്കെ വന്ന് ജോലി ചെയ്യുന്നതൊക്കെ നമുക്കറിയാമല്ലോ. അവർക്കൊക്കെ എത്ര രൂപയാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നത്? പക്ഷേ ന്യായമായ ഒരു ആവശ്യം, ആ ആവശ്യം പോലും പരിഗണിക്കാൻ, അവരുടെ സമരം നേരാവണ്ണം ഒന്ന് ചർച്ച ചെയ്യുവാൻ, അവരെ പരിഹസിക്കുന്നത് എന്തെല്ലാം രീതിയിലാണ് അവരെ പരിഹസിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കേരളക്കരയിലെ എല്ലാ ജനങ്ങളെയും പരിഹസിക്കുന്ന പോലെ അവരെ പരിഹസിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ കേന്ദ്രം കൂട്ടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു ജിമിക്ക് ഇപ്പം മറഞ്ഞു പോയല്ലോ. ഇപ്പോൾ കേരളത്തിന് കൂട്ടാം എന്ന് അവർ തെളിയിച്ചല്ലോ. 1000 രൂപ കൂട്ടിക്കൊണ്ട് കാണിക്കുമ്പോൾ തന്നെ കേരളത്തിന് കൂട്ടിക്കൊടുക്കാൻ പറ്റുന്ന സംവിധാനമേ ഉള്ളൂ. ആശമാരുടെ ഓണേറിയുമായി ബന്ധപ്പെട്ട് ക്യാപ്സൂൾ ഇറക്കിയ അവർക്ക് മാറ്റി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നല്ലോ. ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഈ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുമ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? വിദ്യാർത്ഥികൾക്ക് 2 ലക്ഷം ലാപ്ടോപ്പ് കൊടുക്കും. ഏതെങ്കിലും വിദ്യാർത്ഥികൾ, കേരളത്തിലെ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ 2 ലക്ഷം ലാപ്ടോപ്പിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? വീട്ടമ്മമാർക്കെല്ലാം സ്മാർട്ട് ഫോൺ കൊടുക്കുമെന്ന്, വീട്ടമ്മമാർക്കെല്ലാം സ്മാർട്ട് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു വന്ന് ഗവൺമെൻറ് ഏതെങ്കിലും വീട്ടമ്മമാർക്ക് സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടുണ്ടോ? അതുപോലെ തന്നെ പ്രവാസികളായ പാവപ്പെട്ടവരായ കൊറോണ സമയത്തുമൊക്കെ ജോലി നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന രീതിയിലുള്ള ശമ്പളമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന ശമ്പളം 6 മാസം ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു. അവർക്ക് തൊഴിൽ നേടുവാനുള്ള സംവിധാനം കൊടുക്കുമെന്ന് പറഞ്ഞു. ഏതെങ്കിലും പ്രവാസികൾക്ക് അത് ലഭിച്ചോ? അതുപോലെ തന്നെ ഡച്ച് മാതൃകയിൽ ഒരു പ്രളയം ഇനിയും വന്നു കഴിഞ്ഞാൽ ഡച്ച് മാതൃകയിൽ അങ്ങനെ ഒരു സംവിധാനം ഈ കേരളത്തിലുണ്ടാവുമെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും നടന്നോ? ഈ പറയുന്ന ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ഒന്നും നടത്താതെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള കാട്ടിക്കൂട്ടലുകൾ, ആ കാട്ടിക്കൂട്ടലുകളാണ് സത്യത്തിൽ ഇന്നലെ കേരളത്തിലെ മനസ്സാക്ഷി പൊതുസമൂഹം കണ്ടത്. പിണറായി വിജയനെ പോലെയും ഈ പറയുന്ന CPM-നെ പോലെയുള്ള ഒരു ജനങ്ങളെ പറ്റിക്കുന്നതിന് വേറൊരു ഉദാഹരണം മാത്രമായിരുന്നു ഇന്നലത്തെ പത്രസമ്മേളനം എന്ന് പറയാതിരിക്കുവാൻ സാധ്യമല്ല. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീമതി ഉഷ, ഇതിനു മുൻപ്, അതായത് നിങ്ങൾ സമരം തുടങ്ങിയിട്ട് ഏകദേശം 260 ദിവസം പിന്നിടുകയാണ്. മാത്രമല്ല ഇതുവരെയും സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാർ എന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാവുന്നു, സംസ്ഥാന സർക്കാരിന് ഓണറേറിയം വർദ്ധിപ്പിക്കാം എന്നുള്ള നിങ്ങളുടെ ആവശ്യം ഒരു തരത്തിൽ ശരിവെക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 1000 രൂപ കൂട്ടി എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം ഒരു ദിവസം 33 രൂപ എന്നതാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനം. അതിനുശേഷം കഴിഞ്ഞ ദിവസം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, എല്ലാവരും പറഞ്ഞത് ഇതാ ആശമാരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു വാദം സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പറയുകയാണ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എന്താണ് നിങ്ങളുടെ തുടർ നീക്കം? യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഞങ്ങളെ മിഠായി വാങ്ങാൻ 33 രൂപ ഒരു ദിവസം തന്ന് ആശമാരെ പറ്റിച്ച് ഇപ്പോൾ ഈ ഇലക്ഷൻ സംബന്ധമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്
ഉണ്ട്. മിഠായി വാങ്ങാൻ വേണ്ടി 33 രൂപ ആശമാർക്ക് എറിഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാമെന്ന് നോക്കിയാൽ മുഖ്യമന്ത്രിയുടെ മൂടുപടം ഞങ്ങൾ ആശാ വർക്കർമാർ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇനി അടുത്ത് ഞങ്ങളുടെ സമരം മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ഈ സമരം ഇവിടെ ഒരിക്കലും അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതിൻ്റെ ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് തന്നെ ചെയ്യും. കാരണം ഇനി ഞങ്ങൾ ഇവിടെ സമരം ഞങ്ങളിനി തുടരാൻ പോകുന്നത് ഫീൽഡ് വർക്കേഴ്സായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഞങ്ങളുടെ സമരത്തിൻ്റെ ആ കാഠിന്യതയെക്കുറിച്ച് മുഖ്യമന്ത്രി അറിയാൻ പോകുന്നത്. ഈ മൂടുപടം ഞങ്ങൾ വലിച്ചു കീറി ഒട്ടിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ ഈ സമരം ചെയ്തിട്ട് 8.5 മാസക്കാലമായി. CITൻ്റെ ആശമാർ ഇവിടെ സമരം ചെയ്തു, ഞങ്ങൾക്ക് കുറേ എന്തൊക്കെ നേടിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഒന്നും നേടിയിട്ടില്ല. ഞങ്ങൾ ഈ സമരം ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അക്കമിട്ട് പറയാം. കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ ആരംഭിച്ച അതിജീവന രാപ്പകൽ സമരത്തെ തുടർന്ന് ഹോണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു. ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് 1500 രൂപ വർദ്ധിപ്പിച്ചു. 62-ാം വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് മരവിപ്പിച്ചു. ഹോണറേറിയത്തിന് ഏർപ്പെടുത്തിയിരുന്ന 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചു. കേന്ദ്ര സർക്കാരിൽ നിന്ന് നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഫിക്സഡ് ഇൻസെൻറ്റീവ് 2000 രൂപയിൽ നിന്ന് 3500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. 1000 രൂപ ടീം ബസേഡ് ഇൻസെൻറ്റീവ് ഇനിയും തുടരും. ഈ റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 3500 + 1000 4500 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കും. നിലവിൽ ഇൻസെൻറ്റീവ് ലഭിച്ചുകൊണ്ടിരുന്ന ചില പ്രവർത്തനങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വർധനവുണ്ട്. ഇതുവരെയും ഇൻസെൻറ്റീവ് ഇല്ലാതിരുന്ന ചില പ്രവർത്തനങ്ങൾക്ക് പുതിയതായി ഇൻസെൻറ്റീവ് ഏർപ്പെടുത്തി. 10 വർഷമെങ്കിലും ആശയായി ജോലി ചെയ്തവർക്ക് വിരമിക്കുമ്പോൾ 50,000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകും. ആശമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് നൽകും. PMJY പ്രകാരം മരണമടയുന്നവർക്ക്, അപകടത്തെ തുടർന്ന് സ്ഥിരമായ അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് 2 ലക്ഷം രൂപയും ഭാഗികമായി അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് 1 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ നൽകും. പെൻഷൻ 3000 രൂപ കേന്ദ്ര സർക്കാരും 1500 രൂപ ആശമാരുടെ കോൺട്രിബ്യൂഷനും. നമ്മുടെ സംഘടന ആവശ്യപ്പെട്ട ആശമാരുടെ ഐഡൻറ്റിറ്റി കാർഡ്, മൊബൈൽ ഫോൺ യാത്രാ സംവിധാനം, ഡയറി, റെസ്റ്റ് റൂം എന്നിവയും കേന്ദ്ര സർക്കാർ ഇതോടൊപ്പം നിർദ്ദേശിക്കുന്നു. സംസ്ഥാന സർക്കാർ ആശമാരുടെ ജോലി സംബന്ധിച്ച് പുതിയ സർക്കുലർ പുറത്തിറക്കി. ഇതുപ്രകാരം എല്ലാ മാസവും കൃത്യമായി ഹോണറേറിയം ഇൻസെൻറ്റീവും നൽകും. ഇതിനായി എല്ലാ മാസവും 25-ാം തീയതി ആശമാർ റിപ്പോർട്ട് നൽകണം. ആശമാരുടെ അധിക ജോലിഭാരം കുറിച്ചു. വേതനമില്ലാത്ത ആശുപത്രി ഡ്യൂട്ടി, ആർദ്രം ഡ്യൂട്ടി എന്നിവയിൽ നിന്നും ആശമാരെ ഒഴിവാക്കി. ഇതെല്ലാം ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. ഞങ്ങളുടെ ഈ സമരം വിജയിച്ചു. ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ബന്ധിതമായി സമരത്തോടനുബന്ധിച്ച് നൽകിയ കാര്യങ്ങളാണ് നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. എന്നാൽ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് ഒന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പിച്ചക്കാശ് എറിയുന്നത് പോലെ 33 രൂപ നൽകി ആശമാരെ വലിച്ചു കീറാമെന്ന് വിചാരിച്ചാൽ അത് ഒട്ടും മുഖ്യമന്ത്രിക്ക് യോഗ്യമായ ഒരു കാര്യമല്ല എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇതിന് CITUവിന് യാതൊരു ബന്ധവുമില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ്റെ പ്രയത്ന ഫലം തന്നെയാണ്. ആശാ വർക്കർമാരോ ഇതോടൊപ്പം നിന്നുകൊണ്ട് അവരോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. കാരണം CIT പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ സമരം ചെയ്താണ് ഇതെല്ലാം നേടിയെന്ന്. ഒരിക്കലും അവരെ ഇതിൽ അംഗീകരിച്ചിട്ട് പോലും അവരുടെ പാർട്ടിക്കാർ തന്നെ CITനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ സമരം ഇത്രയും നാൾ നീണ്ടു പോവുകയില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ 1000 രൂപ വർദ്ധിപ്പിച്ചു. ഞങ്ങളുടെ കേരളത്തിലെ CITൻ്റെ ആൾക്കാരെല്ലാം ഞങ്ങളെ തട്ടിക്കളിച്ചു. ഈ കേരളത്തിൽ നിങ്ങൾ 1 രൂപയ്ക്ക് പോലും നോക്കണ്ട, മുഖ്യമന്ത്രി ഒന്നും തരത്തില്ല. നിങ്ങൾ കേന്ദ്രത്തിൽ പോയി മുട്ടു, അവിടെ നിന്നാണ് നിങ്ങൾക്ക് തരേണ്ടതെന്ന്. ഇപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി 1000 രൂപ ഈ കേരളത്തിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചത് എന്തിനാ? കേന്ദ്രത്തിൽ ചെന്ന് മുട്ടാനാണോ? ഹോണറേറിയം തരേണ്ടത് മുഖ്യമന്ത്രിയല്ലേ, കേരളത്തിൽ നിന്നല്ലേ? ഇപ്പോഴെങ്കിലും ആ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാരിൻ്റെയും മുഖം മൂടി വെളിച്ചത്ത് വന്നില്ലേ? ഈ ഹോണറേറിയം തരേണ്ടത് കേരളത്തിൽ നിന്നല്ലേ? പിന്നെ കേന്ദ്രത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ പോയി മുട്ടേണ്ടത്? ഇപ്പോഴെങ്കിലും ഈ മുഖപടം ഒന്ന് പുറത്ത് വീണു. അത് തന്നെ ഞങ്ങളുടെ വിജയം. ഞങ്ങളുടെ സമരം വിജയിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ
1000 രൂപ പ്രഖ്യാപിച്ചു. എങ്കിലും അത് ഞങ്ങൾക്ക് ഒന്നുമല്ല എന്നുള്ളത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഇനി ഞങ്ങളുടെ സമരം മുന്നോട്ട് തന്നെ പോകും. മുഖ്യമന്ത്രി വിചാരിച്ചു ഞങ്ങൾ ഇപ്പോൾ ഈ 33 രൂപയും കൊണ്ട് ഞങ്ങൾ മിഠായി വാങ്ങിക്കാൻ ഇപ്പോൾ പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരിക്കലും ഞങ്ങൾ പിന്മാറുന്നില്ല. ഞങ്ങളുടെ സമരം മുന്നോട്ട് തന്നെ നീണ്ടുപോകും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും വരുന്നത് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ചിത്രം വെച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ അടിക്കണം എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി എന്തോ ഒരു വലിയ സഹായം നിങ്ങൾക്ക് ചെയ്തു എന്ന തരത്തിലാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിലായാലും അല്ലെങ്കിൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇടയിലൊക്കെ ഈ പ്രചരണം നടക്കുന്നത്. ശ്രീമതി ഉഷ, പൂർണ്ണമായിട്ടും അവരാണ് ഇതെല്ലാം ചെയ്തു തന്നത് എന്നതാണ് വാദം ഇപ്പോഴും. ഒരു കാരണവശാലും അല്ല എന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കാരണം ഞങ്ങൾ ഒരു ദിവസവും 2 ദിവസവും അല്ലല്ലോ ഇവിടെ സമരം ചെയ്തത്. 8.5 മാസമായി, 264 ദിവസമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. ഇതിനിടയിൽ എത്ര കഷ്ടതയും ബുദ്ധിമുട്ടും സഹനങ്ങളും അനുഭവിച്ചാണ് ഈ 8.5 മാസക്കാലം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങൾ സമരം ചെയ്തതെന്ന് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അവിടെ ഒരു ബാത്റൂം സൗകര്യമില്ല, അവിടെ ഒരു സ്ത്രീക്ക് വേണ്ടതായ യാതൊന്നുമില്ലാത്ത ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ 8.5 മാസം സമരം ചെയ്യണമെങ്കിൽ അത് ഞങ്ങളുടെ വളരെയേറെ പ്രയത്നകരമായ ഒരു വടംവലി തന്നെയാണ്. ഈ സമരത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് അവർ പറയുന്നത് കപടമാണ്. കള്ളക്കാര്യം മാത്രം പറഞ്ഞു കള്ള കണക്കുകൾ എഴുതിയും കാര്യങ്ങൾ ചെയ്തും കേരളത്തെ മുടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ CITUവിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് കേരളം തന്നെ തകർന്നു വീഴാൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടും ഈ CITU എന്തിനാണ് ഇങ്ങനെ കട്ടായം പിടിച്ച് കള്ളത്തരത്തിലൂടെ മുന്നോട്ട് പോകുന്നത്? യാഥാർത്ഥ്യമായ ആത്മാർത്ഥമായും കേരളം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയിൽ ഇനിയും പോയില്ല എങ്കിൽ ഇവർക്ക് തന്നെ നല്ലൊരു അടി വീഴാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടെടുപ്പ് എന്നുള്ളത് ഇവർ കരുതിക്കൊള്ളട്ടെ മനസ്സിൽ. ശരി, ശ്രീ ബി റജി, ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ കുറേയധികം വാഗ്ദാനങ്ങൾ നൽകുന്നു, തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഉണ്ടായിരുന്നു, പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു, അത് ഞങ്ങളിതാ പാലിക്കപ്പെടുന്നു എന്നാണ് ഇവരുടെ ഒരു വാദം. മറ്റൊന്ന്, ഈ ആശമാരെ ചേർത്ത് പിടിക്കുന്നു, മാത്രമല്ല അങ്കണവാടി ടീച്ചർമാരെ അവർക്കുള്ള തുക വർദ്ധിപ്പിച്ചതായിട്ടൊക്കെ ഇതാ ഇപ്പോൾ പറയുകയാണ്. മറ്റു പല പെൻഡിങ്ങുകളും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒന്നും പറഞ്ഞതുമില്ല. മറുവശത്താണ് ഞാൻ ആദ്യം ശ്രീ പ്രേംഭാസിനോട് ചോദിച്ചത്. നേരത്തെ വി ശിവൻകുട്ടി തന്നെ പറഞ്ഞത് സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എന്തായാലും ഈ സർക്കാരിന് എത്ര ആയുസ്സുണ്ട് എന്നുള്ളത് നമ്മുടെ മുൻപിലുണ്ട്. അതായത് എന്തായാലും 2-3 മാസം അങ്ങ് കൊടുത്താൽ മതി, അതിനുശേഷം ഇവർ വരില്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ ബോധ്യമാകുന്നുണ്ടോ? ഇനി വരാനിരിക്കുന്ന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോകാം എന്നുള്ള നിലയിലേക്ക് പോവുകയാണോ കാര്യം? നോക്കൂ ലിജിൻ, അതായത് ഈ മാസം 6-ാം തീയതി കേരള നിയമസഭയിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ ധനകാര്യമന്ത്രി പറയുന്നത് വളരെയേറെ, അതായത് ഗുരുതരമായ പണഞ്ഞെരുക്കം പെടുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നിയമസഭയിൽ പറയുകയാണ്, ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം നിയമസഭയിൽ പറയുകയാണ് ഗുരുതരമായ പണഞ്ഞെരുക്കം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇനി വി ശിവൻകുട്ടി അദ്ദേഹം 2 ദിവസത്തിന് മുമ്പേ പറഞ്ഞത് എന്താണ്? ഈ കേന്ദ്രവും ഗവൺമെൻറ്റുമായിട്ടുള്ള PM ശ്രീ കരാർ ഒപ്പിട്ടില്ല എങ്കിൽ ഇവിടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും, വിദ്യാഭ്യാസ മേഖല തകരും എന്നും SC/ST വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡ് ഉൾപ്പെടെയുള്ളവ മുടങ്ങും എന്നൊക്കെ പറയുന്നു. ഇനി അതിനേക്കാൾ ഉപരിയായി ഇവിടെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ സജി ചെറിയാൻ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? 10,000 അധ്യാപകർക്ക് ശമ്പളം കിട്ടാതെ വരും, വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡ് മുടങ്ങും, അവരുടെ ഉച്ചക്കഞ്ഞി മുടങ്ങും, സ്കൂളിൻ്റെ പ്രവർത്തനം അവതാളത്തിലാകും. കാരണം ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഈ മേഖലയിൽ അങ്ങേയറ്റം കടുത്ത് നിൽക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ രംഗത്ത് ഒപ്പിടാനായിട്ട് പോകുന്നു. അതുവഴി കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്ന 1,500 കോടി രൂപ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നു. നോക്കൂ, എത്ര പരിഹാസ്യമായ, എത്ര കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന നടപടികളാണ് ഇവർ സ്വീകരിക്കുന്നത്. ആദ്യത്തെ വർഷം 2016 500 വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്നു. 2021 900 വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്നു. ഈ വാഗ്ദാനങ്ങൾ ബഹുഭൂരിപക്ഷവും ഇനിയും നടപ്പാക്കാനുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് സംസ്ഥാനത്തെ CPM-ൻ്റെ പാർട്ടി സെക്രട്ടറി ബഹുമാന്യനായ ഗോവിന്ദൻ മാഷ് പറയുന്നത് എന്താണ്? ഈ സർക്കാർ, അതായത് ഇപ്പോഴത്തെ സർക്കാർ ഇടതുപക്ഷ നയങ്ങളെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സർക്കാരല്ല. CPM ഉയർത്തിപ്പിടിക്കുന്ന, ഇടതുകക്ഷി മാർക്സിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന സ്ലോഗൻസ്, അവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ നടപ്പാക്കാനുള്ള സർക്കാരല്ല ഇതെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും രസകരമായിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ ഈ ദിവസം
ഇത്രയും വലിയ ഒരു വാഗ്ദാന പെരുമഴ, അതായത് നിയമസഭയിൽ അവസരമുണ്ടായിട്ട് ചെയ്തില്ല, ബഡ്ജറ്റിൽ അവസരമുണ്ടായിട്ട് ചെയ്തില്ല, നിയമസഭയിൽ റൂൾ 300 പ്രകാരം അനൗൺസ് ചെയ്യാമായിരുന്നു, അതൊന്നും ചെയ്യാതെ PM ശ്രീ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നത്? പ്രഖ്യാപനങ്ങൾ കൊള്ളാം, കാരണം വാഗ്ദാനങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ്? ക്ഷേമ പെൻഷൻ 2500 രൂപ വെച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ 2500 ആക്കിയിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2005 മുതൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത് എന്താ? 300 രൂപയായിരുന്നത് 1300 രൂപയായി വർദ്ധിപ്പിച്ചു. അതായത് 400% വർധനവാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനിൽ ഉമ്മൻചാണ്ടി വരുത്തിയത്. ഇവിടെ 10 വർഷമായിട്ട് ചെയ്തത് എന്താണ്? വെറും 33% വർധനവാണ്. 1300 രൂപയിൽ നിന്ന് 1600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഇപ്പം അതിൻ്റെ കൂടെ 400 കൂടെ ചേർത്ത് വയ്ക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്. അതായത് ഈ വരുന്ന നവംബർ ആദ്യ വാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ഇവിടെ സർക്കാരിൻ്റെ ചെലവിൽ ഇടതുപക്ഷം എന്താണ്? തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. അതായത് സർക്കാരിൻ്റെ ഖജനാവിലെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ തന്ത്രം അഴിച്ചുവിട്ടിരിക്കുന്നു, പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുന്നു. പണം എടുത്തിരിക്കുന്നത് എവിടെയാണ്? കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന്, പൂച്ച പെറ്റുകെട്ട് കിടക്കുന്ന ഖജനാവിൽ നിന്ന് എവിടുന്നോ പണം സമാഹരിച്ച് എവിടുന്നൊക്കെയോ കടമെടുത്ത് പദ്ധതി വെട്ടിക്കുറച്ച് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താതെ തുക എടുത്തുകൊണ്ട് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രചരണ തന്ത്രത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് നമുക്ക് കരുതാനാകില്ല. കാരണം ബീഹാറിൽ ഇപ്പോൾ നിതീഷ് കുമാർ ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയാണ്. അവിടെ 10,000 രൂപ വെച്ച് വനിതകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസത്തിൻ്റെ തൊട്ട് തലേന്ന്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ്, ഒരു പ്രചരണ തന്ത്രമാണ്, ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ലാതെ. ഇവിടെ ശ്രീ ലിജിൻ ചോദിച്ചതുപോലെ ഇവിടെ ആശാവർക്കർമാർ 260 ദിവസമായിട്ട് ആ സാധുക്കളായ സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുകയാണ്. ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സർക്കാരിൻ്റെ അവിടെ. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് അതിൽ ബഹുഭൂരിപക്ഷവും. സാധാരണക്കാരുടെ സർക്കാരാണ്, സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന സർക്കാരാണ് എന്ന് പറയുന്ന ഈ സർക്കാർ അവർക്ക് ഈ 260 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് വെറും 33 രൂപയാണ് ഒരു ദിവസം വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇവർ ചെയ്യുന്ന വർക്കുമായിട്ട് തുലനം ചെയ്യാൻ പോലും കഴിയാത്ത PSC മെമ്പർമാർക്ക് 4 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ഈ പ്രചരണം വഴി അവർ ആഗ്രഹിക്കുന്ന? എന്താണ്? ഒരു തുടർഭരണം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് തുടർഭരണം? ശബരിമല കൊള്ളക്കാരെ സംരക്ഷിക്കുക, അതിൻ്റെ ശബരിമലയിലെ പവിത്രമായ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ കഴുക്കോല് അതിൻ്റെ മേളിൽ കൂടെ സ്വർണം പൂശിയിട്ടുണ്ട്, അതും കൂടി അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക. PhD SFIക്കാർക്കും DYFIക്കാർക്കും അനധികൃതമായി PhD സംവിധാനം ചെയ്യുക. PSC തട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്, അത് വീണ്ടും ആവർത്തിക്കുക. താൽക്കാലിക ജീവനക്കാരെ, ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് ലഭിച്ചിട്ടുള്ള താൽക്കാലിക നിയമനങ്ങൾ അങ്ങനെയുള്ളവർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ചെയ്യുക. എല്ലാ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ വീണ്ടും ആവർത്തിച്ച് കൊണ്ടുവരിക. ഇവിടെ സാധാരണക്കാരായ ജനങ്ങളെ ഒരു രീതിയിലും അവരുടെ പരിഗണിക്കാതെ പോലീസിൻ്റെ അട്രോസിറ്റീസ്, അവർ ചെയ്യുന്ന ക്രൂര കൃത്യങ്ങൾ നമ്മൾ കണ്ടു. ഒരു പിരിച്ചുവിട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിപക്ഷത്തിലുള്ള നേതാക്കന്മാരെ മർദ്ദിച്ച് പ്രശ്നങ്ങളെ വലുതാക്കാൻ ശ്രമിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം അങ്ങേയറ്റം മർദ്ദന മുറകൾ ഉപയോഗിക്കുന്നതിനൊരു സംവിധാനമായിട്ട് മാറുന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ദുഷ്ഭരണം പുനരാരംഭിക്കുവാൻ വേണ്ടി, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഖജനാവിലെ തുകയെടുത്തുകൊണ്ട് ഈ സമരം ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത്. ഇതെന്താണ്? ഈ തുടർഭരണത്തിന് വേണ്ടി ഖജനാവിലെ തുകയെടുത്തുകൊണ്ട് ഈ ദുർഭരണം തുടരാൻ വേണ്ടിയുള്ള പ്രാഥമികമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു 6 മാസം ഒരുപക്ഷെ കൊടുക്കാൻ പറ്റിയേക്കും. അത് കഴിഞ്ഞാൽ 2021 ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചതുപോലെ സർക്കാർ തുടർ സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം ആ ഉത്തരവുകൾ മരവിപ്പിച്ചു വയ്ക്കും. ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടത്തി. ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ, അതിൻ്റെ കുടിശ്ശികയൊക്കെ നൽകാമെന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നത് സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം അത് മരവിപ്പിച്ചു വെച്ചു. അപ്പോൾ ഇവിടെ ഒരു ആത്മാർത്ഥതയല്ല, ഏതെങ്കിലും തരത്തിൽ ഈ ജനങ്ങളെ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒരു തരത്തിൽ ഒരു പ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നാട്ടിലിരിക്കുന്ന ദുർഭരണത്തിൻ്റെ
ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ വസ്തുതകളെ വിസ്മരിപ്പിക്കത്തക്ക തരത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മാറ്റിവെക്കുക, അതിനുവേണ്ടിയുള്ള ഒരു പ്രചരണ തന്ത്രമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്ന് ഇത് എത്ര കാലം ഇത്തരത്തിൽ നൽകാൻ കഴിയും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ലിജിൻ, ശരി, ഞാൻ അതിലേക്ക് വരാം. ശ്രീ പ്രേംഭാസൻ, ഇന്നത്തെ പാർട്ടി മുഖപത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് നവകേരള പിറവി എന്നാണ്. ഈ നവകേരള പിറവി എന്ന് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ 2500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ പെൻഷൻ 2000 രൂപയിലേക്ക് ഒതുക്കിയതിലോ, അതോ ഈ പറഞ്ഞതുപോലെ 263 ദിവസം മഴയും വെയിലും കൊണ്ട് ഇവിടെ ആശാപ്രവർത്തകർ സമരം ചെയ്ത് അവരുടെ എല്ലാ ജീവനോപാധികളും ഇല്ല എന്ന് പറഞ്ഞ് അവർ ഇവിടെ സമരം ചെയ്യുമ്പോൾ കണ്ടില്ല എന്ന് നടിച്ച് അവഹേളിക്കുന്നതിൻ്റെയും ആക്ഷേപിക്കുന്നതിൻ്റെയും പരമോന്നതിയിൽ എത്തിച്ചിട്ട് ഇപ്പോൾ 33 രൂപ കൂട്ടിക്കൊടുത്തതിനാണോ ഈ നവകേരള പിറവി എന്ന് പറയുന്നത്? ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ആത്മാർത്ഥത എന്നത് ഇല്ല എന്നതാണ് പ്രധാനമായും ഉയരുന്ന വിഷയം. കാരണം ഈ സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും മുതലാക്കുക, അത് ഏതെങ്കിലും തരത്തിൽ അവരെ അതിനെ സ്വാധീനിച്ച് വോട്ടാക്കി മാറ്റിയെടുക്കുക, ഇതാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും ഭാവി എന്നുള്ളത് ശ്രീ ബി റജി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ആത്മാർത്ഥതയില്ലാത്ത പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാക്കി മാത്രം ഈ പ്രഖ്യാപനങ്ങളെ മാറ്റുന്നു എന്നാണ് വിമർശനം. ശ്രീ പ്രേംഭാസിൻ, അതൊക്കെ പ്രതിപക്ഷത്തിന് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം മോശമായി പോയി എന്ന് പറയാൻ സാധിക്കും? ഈ പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു കാര്യം മോശമാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം പറയുന്നില്ല. അപ്പൊ മറ്റന്നാള് കേരളപ്പിറവി ദിനത്തില് വലിയൊരു പ്രഖ്യാപനം കേരളത്തിലെ മുഖ്യമന്ത്രി നടത്താൻ പോകുക. അതിദരിദ്ര മുക്തമായ കേരളം എന്നാണ് അതിന്റെ പ്രഖ്യാപനം. എന്താ അതിദരിദ്രത എങ്ങനെ കണ്ടെത്തി? ത്രിതല പഞ്ചായത്തിലെ ഉപയോഗപ്പെടുത്തി ഓരോ വാർഡിലും ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവരെ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തി കൊണ്ടുവരാനുള്ള ഇന്ത്യയിലെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കേരളപ്പിറവി ദിനത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇവിടെ കേരളത്തിൽ ഇനി അതിദരിദ്രരായിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് കണ്ടെത്തുകയും ആ പഞ്ചായത്ത് പൊതുജന സമക്ഷം ഇത് അവതരിപ്പിച്ച് അത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഈ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഭിന്നമായി കേരളത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന വലിയൊരു പ്രഖ്യാപനം തന്നെയാണ്. ഇതിനെ ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചു, ബീഹാറിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചൊരു കാര്യം പറഞ്ഞു. ബീഹാറിലെ ഞാൻ RJDയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. RJDയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് എന്ത് തന്നെയായാലും ഇന്ത്യ മുന്നണി അവിടെ അധികാരത്തിൽ വരാൻ പോവുകയാണ്. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടാവുന്ന. എന്താ RJDയുടെ പ്രഖ്യാപനം? ആ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മന്ത്രിസഭ അധികാരമേറ്റ് ഇത്ര ദിവസത്തിനുള്ളിൽ നടപ്പാക്കും. അത് കൃത്യമായി തേജസ്വി യാദവ് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേരളത്തില് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും കേരളത്തിലെ എല്ലാ മേഖലകളിലുമുള്ള ഏത് ഫണ്ട് ഉപയോഗപ്പെടുത്തിയാലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടായാൽ പോലും ഓരോ വികസന പ്രവർത്തനങ്ങളിലും ഒരുപക്ഷെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തായിരിക്കും, അല്ലെ തൊട്ട് മുമ്പത്തെ ഗവൺമെന്റ് തുടങ്ങി വെച്ചതായിരിക്കാം. പക്ഷെ അത് പൂർത്തീകരണത്തിലേക്ക് പോകുന്നപ്പോഴാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം ഈ ഗവൺമെന്റിന്റെ ഒരു ഇച്ഛാശക്തി മൂലമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിലെ ജനത കാണാൻ തുടങ്ങിയത്. ഇപ്പൊ റോഡ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിഴിഞ്ഞം തുറമുഖം, അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പൊ PM ശ്രീ പദ്ധതിയെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയില് അത് നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ തെരഞ്ഞെടുക്കുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. പക്ഷേ ഈ ബ്ലോക്കിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെ സംബന്ധിച്ച്, വിദ്യാഭ്യാസത്തിൽ നടപ്പാക്കുന്ന പോകുന്ന പദ്ധതികളെ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം എന്റെ തൊട്ടടുത്ത ബ്ലോക്കാണ് മേലടി ബ്ലോക്ക്. മേലടി ബ്ലോക്കിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിനെ തെരഞ്ഞെടുത്തിട്ട് അവിടെ സിന്തറ്റിക് ട്രാക്ക് വരെ വന്നിട്ടുണ്ട്. കായിക മേഖലയിൽ ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കായിക മേഖലയിലും കലാമേഖലയിലും ശാസ്ത്ര മേഖലയിലും ഡിജിറ്റൽ ക്ലാസ് റൂമും അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ള പാഠ്യ പദ്ധതികളും പരിഷ്കാരങ്ങളും ഒക്കെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന ആ പണം കേരളത്തിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വിദ്യാഭ്യാസ NEP നടപ്പിലാക്കും എന്നാണ് അവർ BJP-കാർ പറയുന്നെങ്കിലും കേന്ദ്ര പാഠ്യ പദ്ധതിയിൽ പറയുന്ന NEP-യിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ BJP-യുടെ സംഘപരിവാറിന്റെയോ അജണ്ട വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന വ്യാമോഹം മാത്രമാണ് അതിനുള്ളത്. ഫണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം, യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ പരിഷ്കരണ പരിപാടി എന്ന് തുടങ്ങിയ ഈ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, ഈ മോദി സർക്കാരിന്റെ ഒന്നാം മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവരുടെ ആദ്യത്തെ ബഡ്ജറ്റിൽ
അവര് ഈ ബനാറസ് ഹിന്ദു സർവകലാശാലയ്ക്ക് നൽകിയത് കോടിക്കണക്കിന് രൂപയാണ് വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടി. ആരാ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്? അത് RSS ആണ്, സംഘപരിവാറാണ്. ആ പാഠ്യപദ്ധതി നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ള പരിശോധിക്കുന്നു. ആ പാഠ്യപദ്ധതിയെ നഖശികാന്ത് എതിർക്കുന്നില്ല ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ. ഇന്ത്യ മുന്നണി എതിർക്കുന്നുണ്ട്, പക്ഷേ കേരളത്തിലെ CPM എതിർക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും ശേഷിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ മന്ത്രിസഭാ യോഗമില്ല, മുന്നണി മര്യാദയില്ല, അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, അങ്ങ് ഒപ്പിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു യൂട്ടേൺ അടിക്കേണ്ടി വന്നൊരു സാഹചര്യം ഇപ്പോൾ വന്നു നിൽക്കുന്നത്. അങ്ങ് ഈ പറഞ്ഞതുപോലെ അല്ല, നമ്മളത് ഒരുപാട് ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് പോകുന്നില്ല. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇടതു സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് റോഡുകളും സ്കൂളുകളും ഒക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങ് മറ്റെങ്ങും പോകണ്ട. നമ്മുടെ ഈ പാനലിൽ ഇരിക്കുന്നത് തന്നെ ഒരു വ്യക്തി, ആശാപ്രവർത്തകരുടെ ഒരു പ്രതിനിധിയാണ്. താങ്കൾ 263 ദിവസം 8 മാസത്തിലധികമായി സാർ, ഏതെങ്കിലും ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ തുമ്പത്താണ് സെക്രട്ടേറിയറ്റ്. അദ്ദേഹം ഏതെങ്കിലും ഒരു ദിവസം കണ്ടിട്ടുണ്ടോ ഇവരെ? എന്നിട്ട് എന്താണ് നിങ്ങളുടെ CPMന്റെ നേതാക്കൾ ഇന്നത്തെ ഏറ്റവും ഒടുവിൽ വലിയ തമാശയാണ്, പത്തനംതിട്ട CITU ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, നാളെ എല്ലാവരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരണം, നാളെ ഈ 1000 രൂപ വർദ്ധിപ്പിച്ചതിൻ്റെ ഒരു വിജയാഹ്ലാദം നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തണം എന്ന് പറഞ്ഞ് അവരുടെ വാട്സപ്പ് സന്ദേശം ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഉണ്ടാകാം. കേരള സർക്കാർ അതൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിനെ മറ്റന്നാൾ ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയൊരു പരിപാടി നടക്കുകയാണ്. ഈ പ്രഖ്യാപനം മാത്രമല്ല, നമ്മൾ അതിദരിദ്രമുക്തമായി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ ആഹ്ലാദ സൂചകമായി പായസ വിതരണം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പരിപാടികൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഈ ആശമാരെ നിങ്ങൾ കാണുന്നില്ലേ സാർ? അല്ല, എന്റെ ചോദ്യം, ഈ ആശാപ്രവർത്തകരെ നിങ്ങൾ കാണുന്നതേ ഇല്ലേ? എന്നിട്ടാണോ ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറയുന്നത്? അരി വെച്ചു കൊടുക്കാനുള്ള സംവിധാനം ഈ ആശമാർക്കുണ്ടായി. ഒരു നിമിഷം, ആ സമരത്തെ ഞങ്ങൾ തള്ളി പറയുന്നില്ലല്ലോ. ആശമാരെ അവരെ ഡിമാൻഡുകൾ ഏത് തൊഴിലാളി സംഘടനയും തൊഴിലാളി ആവശ്യങ്ങൾ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. ഇത് ഏതെല്ലാം മേഖലയിൽ സമരം നടത്തിയിട്ടുണ്ട്. ആ സമരത്തെ ഒരു സർക്കാരിന്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം. കേന്ദ്ര സർക്കാരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന ആദ്യഘട്ടത്തിൽ നിങ്ങൾ പറയുന്നു. ഇപ്പോൾ അതാ മുഖ്യമന്ത്രി 1000 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ആ ഒരു അന്തരംഗം ഇപ്പോൾ അങ്ങ് മാറിപ്പോയോ പെട്ടെന്ന്? സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ അതിന്റെ മന്ത്രിസഭാംഗങ്ങളും എല്ലാം തന്നെ നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. കേരള സർക്കാരിന്റെ പരിധിക്ക് നിന്നുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ല, ഈ 1000 രൂപ അല്ലല്ല, ഞാൻ അവരുടെ ആവശ്യം ഈ പറഞ്ഞതുപോലെ 1000 രൂപ പ്രഖ്യാപനം എങ്ങും എത്തിയില്ല. 33 രൂപ മാത്രമാണ് വർധനവ്, അതൊരു യാഥാർത്ഥ്യമാണ്. എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിനു മുൻപ് ഈ സമരം തുടങ്ങി 263 ദിവസം അവർ ഈ തെരുവിൽ ഇരുത്തണമായിരുന്നോ? നിങ്ങൾക്ക് അത്രയും നേരത്തെ തന്നെ പ്രീ പ്ലാൻഡ് ആയിരുന്നു ഞങ്ങൾ എങ്കിൽ? ഞാൻ ചോദിക്കട്ടെ, സമരം തിരുവനന്തപുരത്ത് സെക്രട്ടറിന് മുമ്പിൽ എത്രയോ ദിവസങ്ങളോളം നടക്കുന്ന നിരവധിയായ സമരം, ഞാനും സമരം ചെയ്ത ആളാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞാൻ അധ്യാപകനായിരുന്ന സമയത്ത് ആനുകൂല്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിയമനാംഗീകാരത്തിന് വേണ്ടി സമരം നടത്തിയ ഒരാളാണ് ഞാനും. ദിവസങ്ങളോളം അവിടെ സമരം നടത്തിയിട്ടുണ്ട്. അത് ഏക്കണറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ചർച്ച നടത്തിയിട്ട് സമരം. പ്രേംദാസൻ, അവിടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അവിടെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്, നമ്മൾ വീടിനകത്തിരുന്ന കോവിഡിന്റെയും ഈ നിപ്പയും ഒക്കെ സമയത്ത് അടച്ചുപൂട്ടി വീട്ടിലിരുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി തെരുവിൽ ഇറങ്ങി നടന്ന ആളുകളാണ് ഈ ആശാപ്രവർത്തകർ. അത് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നുമല്ല, അങ്ങേക്കും അത് കൃത്യമായി അക്കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണയുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, അതായത് CITU അടക്കമുള്ള സംഘടനകൾ അങ്ങ് മാറി നിൽക്കുന്നു, സർക്കാരിനെ അങ്ങ് ഇടിച്ചു താഴ്ത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ദുർവാശി അല്ലെങ്കിൽ ധാർഷ്ട്യം, അതുകൊണ്ട് മാത്രമാണ് ഈ സ്ത്രീകൾ അവിടെ തെരുവിൽ, അവിടെ ഒരു ബാത്റൂം സൗകര്യമില്ല. അതിന് ഏറ്റവും ഒടുവിലാണ്, അതിനേക്കാളും തമാശ, ഈ മൈക്ക് സെറ്റ് പിടിച്ചു വാങ്ങിക്കൊണ്ടുപോകുന്ന പോലീസ് പിടിച്ചുകൊണ്ട് ഓടുകയാണ് ആ മഴയത്ത്. അതിന്റെ തലേ ദിവസം, അതിന് മുൻപ് ടാർപോളിൻ കെട്ടിയിരുന്നു, ആ ടാർപോളിൻ അഴിച്ചു മാറ്റുന്ന പോലീസ്. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് സാർ? എന്നിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ഞങ്ങളിത് 1000 രൂപ പ്രഖ്യാപിച്ചു, എന്നിട്ട് ഫ്ലക്സ് അടിക്കണം പോലും മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും തല കാണിച്ചുകൊണ്ട്. സ്വാഭാവികം, ഏതൊരു ഗവൺമെന്റിനെതിരായി സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായി പോലീസ് അതിൽ ഇടപെടുന്നത് സ്വാഭാവികമാണ്. ഞാനിപ്പോ UDF ഗവൺമെന്റിന്റെ കാലത്ത് യുവജന സമരം നയിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരാളാണ് കൊയിലാണ്ടി താലൂക്കിൽ. ഞാൻ ഒരു 10 ദിവസം വരെ, ഞാൻ അധ്യാപകനായിരുന്ന സമയത്ത് തന്നെ 10 ദിവസം വരെ ഞാൻ കോഴിക്കോട് ജില്ലാ ജയിലിൽ കിടന്ന ഒരാളാണ്. സമരത്തിന് ഏത് രൂപത്തിൽ എന്താ സമരം നയിച്ച് താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ചിലാണ് ചെറിയൊരു സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിന്റെ പേരിലാണ് എന്നെ ജയിലിലിട്ടത്. പക്ഷേ മഴയത്ത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ടാർപോളിന്റെ അടിയിലിരിക്കുമ്പോൾ ടാർപോളിൻ വലിച്ചു കീറുന്നതും ഈ പറഞ്ഞതുപോലെ മൈക്ക് സെറ്റ് പിടിച്ചു വാങ്ങിക്കൊണ്ടുപോകുന്നതും അതൊരു വല്ലാത്തൊരു സമരമുറയും വല്ലാത്ത രീതിയിലുള്ള പ്രതിരോധവുമാണ് സാർ. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ രജനി ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ
പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി, അത് എല്ലാ നേതാക്കളും ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. മറുവശം മറ്റൊരു സൈഡ് കൂടെയുണ്ട്. ഈ ആശമാരെന്നല്ല സാധാരണക്കാർക്ക് തെരുവിലേക്ക് സമരത്തിന് വേണ്ടി ഇറങ്ങേണ്ടി വരുന്നെങ്കിൽ അതും ഈ പറഞ്ഞ വ്യക്തിയുടെ ഇച്ഛാശക്തി കുറവ് കൂടിയല്ലേ? ഇവിടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഒരു നിമിഷം ശ്രീ പ്രേംഭാസൻ അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കൂ. യെസ് പറയൂ. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. യെസ് പറയൂ. തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിന് മുമ്പിൽ പന്തല് കെട്ടി സമരം പാടില്ല എന്ന് കൊണ്ടുവന്നാലാ ശ്രീ കെ കരുണാകരന്റെ കാലത്താ. അവിടെ നിരവധിയായ സമരങ്ങൾ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ പന്തല് കെട്ടി അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച് കിടക്കുന്ന ആളുകളുണ്ടായിരുന്നു. മഴയും വെയിലത്തൊക്കെ കിടക്കുന്ന ആളുകളുണ്ടായിരുന്നു. ആ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ പന്തല് കെട്ടാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നത് UDF ഗവൺമെന്റ് കാലത്താണ്, കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താ. അതിനുശേഷം അവിടെ പന്തൽ കെട്ടി സമരം ചെയ്യാൻ പാടില്ല. വഞ്ചിയൂർ കോടതിയുടെ മുൻപിൽ നിങ്ങൾ പോയി തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാതെ നിങ്ങൾ സമരം ചെയ്തില്ലേ? തൊട്ട് പിന്നിൽ എന്താ കോടതി ഉത്തരവ് ഉണ്ടായിട്ടും? ഞാൻ അതിലേക്ക് വരാം. ശ്രീ രജൻ പറയും. ഇവിടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഇവിടെ വളരെ വാചാലനായിട്ട് സമരങ്ങളെപ്പറ്റിയും സമരമുഖങ്ങളെപ്പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സമരങ്ങളെപ്പറ്റി പറയുമ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ അധികാരത്തിൽ ഇരുന്നപ്പോൾ സെക്രട്ടേറിയറ്റ് വളയിലും അവിടെ ഇവരുടെ നേതാക്കന്മാരും എല്ലാം പന്തൽ കെട്ടിയാണ് അവിടെ കിടന്നത് എന്ന് മറന്നുപോയ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി സംസാരിച്ചുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെപ്പറ്റി അദ്ദേഹം വളരെ വ്യാജാലനായി പറയുന്നു പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി എന്ന്. കേരള സമൂഹത്തിന് അറിയാം വിഴിഞ്ഞം തുറമുഖ പദ്ധതി എങ്ങനെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉണ്ടായതെന്നും അത് നടപ്പിലായതുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പിന്നെ ഈ പറയുന്ന ഓരോ റോഡുകളുടെ കാര്യം പറയുന്നു. NH-മായി ബന്ധപ്പെട്ട റോഡുകൾ ഞങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് അത് പൊളിയാൻ തുടങ്ങിയപ്പോൾ അത് യൂട്ടേൺ അടിച്ച് പോയവരാണിവർ. അങ്ങനെ ഓരോ കാര്യങ്ങളും അവരെടുക്കുന്നു, അത് പൊളിയാറാകുമ്പോൾ യൂട്ടേൺ അടിച്ച് പോകുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അവരുടെ ദിവസവേതനത്തിൽ നിന്നും മാറ്റിവെച്ച തുക അവർക്ക് പെൻഷൻ കിട്ടുവാൻ വേണ്ടി വാർദ്ധക്യത്തിൽ അവർ കമ്പി വളച്ചും പട്ടികയടച്ചും കല്ല് കെട്ടിയും ഒക്കെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ പോലെയുള്ള തൊഴിലാളികൾ അവരുടെ അംശാദായത്തിൽ നിന്ന് അവരുടെ ദിവസ വരുമാനത്തിൽ നിന്നും അവർക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി കൊടുത്ത പൈസയിൽ നിന്നും പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ 18-19 മാസമായാണ്. ആരാണ് ഭരിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിനെപ്പറ്റി ഇവർ അക്ഷരം മിണ്ടുന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ ഒരു കാരുണ്യ പദ്ധതി എടുത്തു വെച്ച് നോക്കട്ടെ, ആശ്വാസ പദ്ധതി എടുത്തു വെച്ച് നോക്ക്. ആ ആരോഗ്യ മേഖലയിലെ പദ്ധതികളിലൊന്നും പണം അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഈ പറയുന്ന നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങൾ ഇന്ന് സീസ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് പായസം വെച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ആദ്യം പായസം വെച്ച് കൊടുക്കേണ്ടത് ഈ പാവപ്പെട്ട ഈ ആശമാർക്കാണ്. അവർക്ക് പായസം വെച്ച് കൊടുക്കേണ്ട, അവരുടെ ആ പന്തലിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പാല് വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസയെങ്കിലും നിങ്ങൾ കൊടുത്താൽ മതി എന്നാണ് പറയാനുള്ളത്. കാരണം പായസം വെച്ച് പൊതുജനങ്ങളെ കൊടുക്കുമെന്നാണ് പറയുന്നത് CPM LDF-ന്റെ പ്രതിനിധിയും പറയുന്നത്. ഈ പറയുന്ന പായസം വെച്ച് കൊടുക്കുന്ന എന്ത് പ്രഖ്യാപനം നടത്തിയതിനാണോ? എന്ത് പ്രഖ്യാപനമാണ് ഇവർ നടത്തിയത്? ഈ പ്രഖ്യാപനത്തിൽ ഈ 2500 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞെടുത്ത് 2000 രൂപ കൊടുക്കും എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തിയാൽ അടുത്ത ദിവസം തന്നെ ഇന്ന് തന്നെ പലയിടത്തും വരുന്ന വഴിയിൽ നമ്മൾ കണ്ടതാണ്, പലയിടത്തും ഇതിനുള്ള പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് വിരോധാഭാസമാണ്! കേരളത്തിലെ ജനങ്ങളെ കൊഞ്ഞണം കുത്തി കാണിക്കുന്ന രീതിയിലേക്ക് ഒരു സർക്കാർ മാറുകയാണെങ്കിൽ ആ സർക്കാരിൻ്റെ പേര് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറുകയാണെങ്കിൽ ആ സർക്കാരിൻ്റെ പേര് പിണറായി വിജയൻ്റെ സർക്കാരിനാണ്. എന്തൊരു അവസാനിക്കാൻ പോവുകയാണ്. ഒരു അവസാനം, എല്ലാത്തിനും ഒരു അവസാനമുണ്ടല്ലോ. ആ ഒരു അവസാനത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രഖ്യാപനമായിട്ട് മാത്രമാണ് ഈ പ്രഖ്യാപനങ്ങളെ കാണാൻ സാധിക്കുകയെന്ന്. അല്ലാതെ ഇത് തുടർന്നു പോകാനുള്ളതല്ല, അവസാനത്തിലേക്ക് പോവുകയാണ്. ഈ പറയുന്ന രീതിയിൽ പോകുകയാണെങ്കിൽ ആശമാരുടെ സമരത്തെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സമരങ്ങൾ കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ, അവിടെ സമരം ചെയ്യുന്നത് ശരിയല്ല. ഇത് പിണറായി വിജയൻ്റെ ഭാഷയാണ് അദ്ദേഹവും പറയുന്നത്. അദ്ദേഹം ഈ നമ്മുടെ ചർച്ചയിൽ നിന്നുകൊണ്ട് പറയുന്നത് പിണറായി വിജയൻ്റെ ഭാഷയാണ്. സമരങ്ങളെ കണ്ടിട്ടുണ്ട്, സമരങ്ങളാകുമ്പോൾ അങ്ങനെ നടന്നു പോകും. എത്ര ദിവസമായിട്ടാണ് അവർ സമരം ചെയ്യുന്നത്? ഇവരെ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം വർക്കുകളാണ് ഇവർ നടത്തിയിട്ടുള്ളത്? ലിജിൻ സൂചിപ്പിച്ചതാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് കൊറോണ സമയത്ത് നമ്മളെല്ലാം പേടിച്ച് ഇരണ്ടിരുന്നപ്പോൾ ഇവർ അഴിമതി കാണിക്കുവാൻ പോയപ്പോഴൊക്കെ ഈ പറയുന്ന പാവപ്പെട്ട ആശമാരെല്ലാം ഫീൽഡ് വർക്കിലായിരുന്നു. ഇവർ കൊടുക്കുന്ന രേഖകൾ വെച്ചിട്ടാണ് വൈകുന്നേരം വന്നിട്ട് പിണറായി വിജയൻ ചാനലുകളുടെ മുന്നിൽ വന്ന് തള്ളിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അവസാനം അവർ പറയുന്ന മിനിമം വേതനം കൊടുക്കുവാൻ പോലും തയ്യാറാവാതെ ഇങ്ങനെ കാണിക്കുന്ന രീതിയുണ്ടല്ലോ. അതിനെതിരെ പ്രതികരിക്കുവാൻ ഈ പറയുന്ന രാജാവ് നഗ്നനാണെന്ന് പറയുവാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനേക ചർച്ചകൾ ഉണ്ടായതാണ്. ഇവർ പറയാം കേന്ദ്ര ഫണ്ട് തരുന്നില്ല എന്ന്. കേന്ദ്ര ഫണ്ട് തരേണ്ടതാണ്. കേന്ദ്രവുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളതാരാണ്?
കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇന്ന് കാലഘട്ടം ഈ സംസ്ഥാന ഗവൺമെൻറ് BJP ഭരിക്കുന്ന ഗവൺമെൻറ്റുകളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് പിണറായി വിജയനും ഈ പറയുന്ന ഗവൺമെൻറ്റിനുമാണ്. അല്ലെങ്കിൽ PM-ശ്രീ പദ്ധതി ക്യാബിനറ്റ് പോലും അറിയാതെ, ഈ പറയുന്ന മന്ത്രിസഭ പോലും അറിയാതെ തലയിൽ മുണ്ടിട്ടിട്ട് പോയി പിണറായി വിജയൻ അവിടെ പോയി പ്രധാനമന്ത്രിയെയും അവിടുത്തെ ആഭ്യന്തരമന്ത്രിയൊക്കെ അമിത്ഷായെയൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഒപ്പിട്ടിട്ട് CPI പോലും അവഹേളിക്കുന്ന രീതി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രയും ബന്ധമുള്ളവരാണ് ഇവർക്ക് അവിടുത്തെ കേന്ദ്ര ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ആർക്കാണ് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നത്? ഇവരുമായി ഇവർ മാമനും മച്ചാനുമാണ്. ആ മാമനും മച്ചാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച ഈ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ തമ്മിൽ നല്ല അടുപ്പമാണ്. അവർക്ക് ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിനെ കബളിപ്പിക്കുന്ന രീതി നിങ്ങൾ അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിന് ഫണ്ട് കണ്ടെത്തുന്നത് 1000 കോടി രൂപ വരുമെന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. 1000 കോടി രൂപ. ഇപ്പോൾ ഇതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തെ ഡിസംബറിൽ വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫണ്ടെന്ന് പറഞ്ഞാൽ 29,000 കോടി രൂപയോളമാണ്. 29,000 ലക്ഷം രൂപയോളമാണ്. അതിൽ 27,000 കോടി രൂപ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം ശേഷിക്കുന്ന പൈസ കൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത വരുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ബാധ്യത കൊണ്ട് എത്തിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഈ പറയുന്ന പ്രകസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പായസം വെച്ച് കൊടുക്കണം. നിങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട റീസാർ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുവാൻ വേണ്ടി മാത്രം കാണിച്ച ഒരു വ്യക്തിയാണ് ഇതെന്ന് പറഞ്ഞു പോകാതിരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയായി മാത്രമാണ് ഇതിനെ കാണുവാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ആശന്മാർ പാവങ്ങളാണ്. ഈ ആശന്മാർക്കെതിരെ, ഈ ആശന്മാരെന്ന് പറയുന്നത് ഈ നാട്ടിലെ ഓരോ അമ്മമാരുടെയും പ്രതീകമാണ്. നമ്മുടെ പാവപ്പെട്ടവരെ, ഈ പറയുന്ന രീതിയിലുള്ള ഗർഭിണികളായിക്കോട്ടെ, ഈ പാവപ്പെട്ട വീട്ടുകാരായിക്കോട്ടെ, വാർദ്ധക്യ രോഗികളായിക്കോട്ടെ, ഇവരെയൊക്കെ പരിചരിക്കുവാൻ വേണ്ടി ഇവർ കിടന്ന കഷ്ടപ്പാട്, ആ കഷ്ടപ്പാടിന് മുന്നിൽ പുല്ല് വില കൊടുത്തുകൊണ്ട് ഒരു ഗവൺമെൻറ്റിന് ഇങ്ങനെ നോക്കി ഇവരെ കുഞ്ഞണം കുത്തുവാൻ സാധിക്കുമെങ്കിൽ, ഇവരുടെ സമരത്തെ അടിച്ചമർത്താൻ സാധിക്കുമെങ്കിൽ അത് പിണറായി വിജയനെ പറ്റത്തുള്ളൂ. കാരണം പണ്ട് കേരളയിൽ വന്നപ്പം കേരളയിലുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട അമ്മമാർ രംഗത്തിറങ്ങിയപ്പോൾ അവരെ 2 കാലിലും പിടിച്ച് വലിച്ചു കയറിക്കൊണ്ട് പോകുന്ന രീതിയിലേക്ക് ഈ പോലീസ് സംവിധാനം ചെയ്തതുപോലെയാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ സമരത്തെ അടിച്ചമർത്താൻ നടത്തിയത്. ലിജിൻ പറഞ്ഞ പോലെ ഈ പറയുന്ന പോലീസ് സംവിധാനത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ മൈക്കും ബോക്സും ഒക്കെ പൊക്കിയെടുത്ത് തലയെ വെച്ചുകൊണ്ട് പോകുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത്ര വലിയ തീവ്രവാദികളായി മാത്രം കണ്ട് ചിത്രീകരിച്ച് ജീവിക്കുവാൻ വേണ്ടി മാത്രം നിൽക്കുന്ന അമ്മമാർക്കെതിരെയുള്ള സമീപനം ഈ സർക്കാർ നടത്തണം. അവരെ അവഹേളിക്കുന്ന രീതിയിലായിപ്പോയി. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണെങ്കിൽ പോലും ആ പ്രഖ്യാപനം അവർക്ക് അവഹേളിക്കുന്ന രീതിയിലായിപ്പോയി. അത് തിരുത്തുവാൻ ഈ മുഖ്യമന്ത്രിയൊക്കെ തയ്യാറാവണം. അത്ര കഷ്ടതയിലാണ് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ഒരു ടാർപ്പ വലിച്ചു കെട്ടിയാൽ മഴ പെയ്യും, അതുകൊണ്ട് നനയും എന്നുള്ള രീതിയിലായിരിക്കും അവർ ടാർപ്പ വലിച്ചു കെട്ടിയത്. അതുപോലും അവിടെ സമ്മതിക്കാത്ത രീതിയിലേക്കൊക്കെ പോകുവാൻ, ഇത് പണ്ട് അവിടെ വിധി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുവാൻ, സമര പാരമ്പര്യമുള്ള സംഘടന എന്ന രീതിയിൽ സാർ ഇപ്പോൾ പറയുന്നുണ്ട്. സാർ അധ്യാപകനായിരുന്നു, ആ അധ്യാപകൻ്റെ പേരിൽ അവിടെ സമരം നടത്തിയിട്ടുണ്ട്, സമര പാരമ്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇത് ജീവിക്കുവാൻ വേണ്ടിയുള്ള സമരമാണ് സാറേ, അത് മനസ്സിലാക്കണം. ഇവർക്ക് നാളെ കാലത്ത് ഇവിടെ ജീവിക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വേണ്ടിയുള്ളൊരു സമരമാണ്. ആ സമരത്തിനെ ഇങ്ങനെ മുഖവിലക്കെടുക്കാതെ പോകുന്ന കേരളത്തിൽ മുഖവിലക്കെടുക്കാതെ പോകുന്നത് കേരള സമൂഹം വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത്. ശ്രീമതി ഉഷ, ഇന്ന് നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നവംബർ 1 സമര പ്രതിജ്ഞാ റാലി സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുമെന്നുള്ളതാണ്. മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രതിഷേധം ഇനി ഉയരും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്നാണ്, താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയത് എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് സമര പരിപാടികൾ, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഉന്നയിച്ച കാര്യങ്ങൾ ലഭിക്കുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും അതിന് യാതൊരു മാറ്റവുമില്ല. കാരണം ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. പാവപ്പെട്ട സാധു സ്ത്രീകൾ ഇവിടെ ഇരുന്ന് ഈ സമരം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? ഇവിടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്കൊന്നും കൊണ്ടു തരേണ്ട ആവശ്യമില്ലല്ലോ. ജനങ്ങൾ കൊടുക്കുന്ന കരം മാത്രം മതിയല്ലോ ഞങ്ങൾക്ക് തരാനായിട്ട്. ഇവർ വേറെ ഒരിടത്തൊന്നും വെട്ടിക്കോരി കൊണ്ടുവരേണ്ട ഒരു ആവശ്യവുമില്ല. ഞങ്ങളതൊന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള തുച്ഛമായ വേതനം മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് തരാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നടപടികളുമായിട്ട് മുന്നോട്ട് തന്നെ പോകും. തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് 50,000 രൂപ ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം, 10 വർഷം ജോലി ചെയ്യുന്ന ഒരാശയ്ക്ക് 50,000 രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഓർഡർ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയേ പറ്റൂ. കാരണം ഇതുവരെ ഞങ്ങളെ കബളിപ്പിക്കുമായിരുന്നു മുഖ്യമന്ത്രി. നിങ്ങൾക്ക് ഓണറേറിയം വേണമെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തിൽ
പോയി മുട്ടുക, കേന്ദ്രം തരുന്ന ഞങ്ങളുടെ ഇതിനു മുമ്പായിട്ട് ഞങ്ങൾ സമരം ചെയ്തു. അന്ന് ഞങ്ങൾക്ക് 20,000 രൂപ 10 വർഷം ജോലി ചെയ്യുന്ന ആശയ്ക്ക് കേന്ദ്രത്തിൽ നിന്നും 20,000 രൂപ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സമരം ചെയ്തു. ഇപ്പോൾ അത് 20,000 എന്നത് 50,000 രൂപയാക്കി. അതിൻ്റെ ഓർഡർ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ഇപ്പോൾ മുഖ്യമന്ത്രി 1000 രൂപ കൂട്ടി എന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ഞങ്ങൾക്ക് പ്രഖ്യാപനം മാത്രം പോരാ, ഞങ്ങൾക്ക് ഓർഡർ കയ്യിൽ കിട്ടിയേ മതിയാകൂ. ഞങ്ങളുടെ 10 മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റി. അതിൻ്റെ ഓർഡർ ഞങ്ങൾക്ക് വേണം, കിട്ടിയിരിക്കണം. കാരണം ഞങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ്, ഏതൊക്കെ ജോലിയാണ് ആശമാർ ചെയ്യേണ്ടതെന്ന് അതിന് ഒരു പൂർണ്ണമായ ഒരു ഓർഡർ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. അത് കിട്ടിയേ ഞങ്ങൾക്ക് മതിയാവും. 1-ാം തീയതി തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിജ്ഞാ റാലി വെച്ചിട്ടുണ്ട്. അതിന് ഈ കേരളത്തിലെ 26,000 വരുന്ന ആശമാരും ഈ റാലിയിൽ പങ്കെടുക്കണം എന്നാണ് പറയാനുള്ളത്. അതുവരെ ഈ സമരം ഞങ്ങളുടെ ഡിമാൻഡുകൾ കൂട്ടുന്നത് വരെ, ഞങ്ങൾക്ക് ആ ഡിമാൻഡുകൾ മുഖ്യമന്ത്രി ഇടതു സർക്കാർ അംഗീകരിക്കുന്നത് വരെയും ഞങ്ങളുടെ സമരം ഞങ്ങൾ ഏത് രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ഞങ്ങൾ പോയിരിക്കും, ഉറപ്പ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ വരുന്ന എന്തൊക്കെ നീചമായ വാക്കുകൾ, മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുന്നതിനേക്കാൾ അതിലുപരിയായ കടുത്ത വാക്കുകൾ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ആളുകൾ ഞങ്ങളെ അവഹേളിക്കുന്നു, പരിഹസിക്കുന്നു. ഏതെല്ലാം വാക്കുകളാണ് ഞങ്ങളെ ഉപയോഗിക്കുന്നത്. എങ്ങനെയൊക്കെ ഞങ്ങളെ ഈ സമരത്തെ ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് എത്ര ക്രൂരമായ കടൂരമായ വാക്കുകൾ, നീചമായ പ്രവൃത്തികൾക്ക് അപ്പുറമാണ് ഇവർ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇതെല്ലാം കേരള ജനത കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മുന്നിൽ കണ്ടു തന്നെ ഞങ്ങളുടെ സമരം ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. വ്യക്തമാണ്. ശ്രീ ബി റജി, നവകേരള പിറവി എന്നാണ് CPM-ന്റെ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ ഇന്ന് ആദ്യത്തെ പേജിൽ ഉണ്ടായിരുന്ന ഹെഡിങ്. അവിടെയാണ് ശ്രീമതി ഉഷയെ പോലെയുള്ള നിരവധി ആശമാർ അവരുടെ ഉള്ളിൽ തട്ടിയുള്ള വാക്കുകളാണ്. കാരണം അത് കേൾക്കുന്ന ഒരു സാധാരണക്കാരന് വളരെ കൃത്യമായി തന്നെ അറിയും എന്തുമാത്രം യാതനകൾ സഹിച്ചുകൊണ്ടാണ് അവരവിടെ ഇരുന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പക്ഷേ ഇരട്ടച്ചങ്കം, ട്രിപ്പിൾ ചങ്കമൊക്കെയുള്ള നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ഭരണാധികാരിയും ഇതൊന്നും കാണാതെ പോകുന്നു. എന്നിട്ട് കുറച്ച് പ്രഖ്യാപനങ്ങൾ അങ്ങനെ വാരി വിതറുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, അതെല്ലാവർക്കും വളരെ കൃത്യമായി തന്നെ അറിയാം. ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസത്തെ PM ശ്രീ വിവാദം ഇന്ന് പ്രധാനപ്പെട്ട വാർത്ത, അതായത് ഒരു പത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പേജിൽ വാർത്തയാകേണ്ടിയിരുന്നത് CPIക്ക് മുന്നിൽ മുട്ടുമടക്കി CPM എന്ന തരത്തിലുള്ള ഹെഡിങ് ആയിരുന്നു. പക്ഷേ അത് കൃത്യമായി മാറ്റാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നു, പിണറായി വിജയന് സാധിക്കുന്നു. അതായത് തുടക്കത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് അജണ്ട ഇടതുമുന്നണി CPM സെറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അതെ ശ്രീ ലിജിൻ, അതായത് നോക്കൂ, ഇതെന്ത് സർക്കാർ എന്നാണ് ഇന്നത്തെ ഭരണകക്ഷിയുടെ രണ്ടാം കക്ഷിയായ CPIയുടെ നേതാവ് ചോദിക്കുന്നത്. ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് പാർലമെൻ്ററി സംവിധാനമുണ്ട്. ഇവിടെ ബജറ്റ് പ്രക്രിയയുണ്ട്. ധനകാര്യം സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ബഡ്ജറ്റ് വഴി ആ വർഷത്തെ ധനകാര്യ ചെലവുകളെ സംബന്ധിച്ച് ഉള്ള ഡോക്യുമെൻറ്റ്സ് സമർപ്പിക്കുന്നു. അതുപോലെ ജനപ്രതിനിധികളടങ്ങുന്ന നിയമസഭയുണ്ട്. ആ നിയമസഭയിൽ പ്രഖ്യാപനങ്ങൾ നടത്താം. ഇവിടെ 1-ാം തീയതി നിയമസഭ ചേരാൻ പോവുകയാണ്. ആ നിയമസഭയിൽ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താം. ഇത് നോക്കൂ, ഒരു രാജഭരണ കാലത്തെ പോലെ ഒരു നേതാവിൻ്റെ ഇംഗിതമനുസരിച്ച് അദ്ദേഹം അങ്ങ് പ്രഖ്യാപനങ്ങൾ വാരി വിതറുകയാണ്. ഇത് ഈ സിസ്റ്റത്തിനെ അധികരിച്ചുകൊണ്ട് പാർട്ടിയുടെയും, അതായത് അദ്ദേഹം നിൽക്കുന്ന പാർട്ടിയുടെയും അതുപോലെ ഇടതുമുന്നണിയുടെയും അതുപോലെ ഭരണത്തിൻ്റെയും ഏകഛത്രപതിയായി, അതായത് ഇതിൻ്റെ മുഴുവൻ ലീഡറായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് അദ്ദേഹം കാട്ടുന്നത്. കാരണം എന്താണ്? ഇപ്പം ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിനാണ് ഈ ഭരണം തുടരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിനെതിരെ കേസുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനെതിരെയും മകൾക്കെതിരെയും കേസുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏത് വില കൊടുത്തും ഈ ഭരണം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടുവരിക. പക്ഷേ അതിൻ്റെ ഭാഗമായി എന്താ ചെയ്യുന്നത്? അതിനോടനുബന്ധിച്ച് നടക്കുന്ന എന്താണ്? പാർട്ടിയുടെ നേതാക്കന്മാരെ ഇരുട്ടിൽ നിർത്തുന്നു, ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തുന്നു, കേരളത്തിലെ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തുന്നു. എത്ര വൈരുദ്ധ്യമാണ് പറഞ്ഞു വരുന്നത്. അതായത് ഒരു ഭാഗത്ത് പറയുന്നു, ധനകാര്യമന്ത്രി പറയുന്നു ഇവിടെ പണഞ്ഞെരുക്കം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ മറുപടി കൊടുക്കുന്നില്ല, പൂച്ച വെറ്റുകിടക്കുന്ന ഒരു ട്രഷറിയാണെന്ന് പറയുന്നു. അതിൻ്റെ ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു
PM ശ്രീയിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഇവിടെ വിദ്യാഭ്യാസ മേഖല വലിയ പരിതാപകരമായ അവസ്ഥയിലായി പോകുമെന്ന് പറയുന്നു. അതുപോലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി പറയുന്നു ഇവിടെ 10,000 അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പത്രമാധ്യമങ്ങളെ കണ്ടൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനം സാധാരണക്കാരെ എന്താണ് ഈ പ്രഖ്യാപനം നടത്തുകയോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള തുക വർധനവ് നടത്തുന്നതോ സ്വാഗതാർഹമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2016 മുതൽ 2020 ഇപ്പോൾ 2025-26 ഈ ഭരണത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഇലക്ഷൻ വരുന്നു എന്ന തോന്നൽ വരുന്നത് പോലെ ഈ ജനങ്ങൾക്ക് ഈ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുവാൻ തോന്നുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്ന എന്താണ്? 2021 ഈ സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയത് എന്തുകൊണ്ടാണ്? അവർ നൽകിയ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചിട്ടാണ്. അന്ന് പറയുന്നത് എന്താണ്? ഞങ്ങൾ 2,500 രൂപ വീതമാക്കും ക്ഷേമ പെൻഷൻ എന്ന് പറയുമ്പോൾ ആ 2,500 രൂപ നൽകേണ്ടിയിരുന്നത് 2021 മേയിൽ ഈ സർക്കാർ അധികാരം ഏറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ മാസം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് 2,500 രൂപ നൽകണമായിരുന്നു. ഇനി 2,500 രൂപ നൽകിയില്ലെങ്കിൽ പോലും ഇപ്പോൾ വരുത്തിയിട്ടുള്ള വർധനവ് അദ്ദേഹം ഈ സർക്കാർ അധികാരത്തിൽ കയറിയ 2021 മുതൽ പ്രാബല്യം നൽകേണ്ടതായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത്? അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിലൊരു ആത്മാർത്ഥതയില്ലാത്തതുകൊണ്ടാണ്. ഇതിൽ ഈ സർക്കാർ തുടർന്നു വരുന്ന ദുർനടപടികൾ തുടരണം. അതിനുവേണ്ടി ജനങ്ങളെ താൽക്കാലികമായി അവരുടെ പ്രചരണ രംഗത്ത് നിന്ന് യഥാർത്ഥ വസ്തുതകളെ മറച്ചു വയ്ക്കുവാനുള്ള ചില ശ്രമം. ശ്രീ ലിജിൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ CPIയും CPMുമായിട്ട് നടന്ന വലിയ ഒരു സംഘർഷം ഇന്നലെ CPMന് മുട്ടുമടക്കേണ്ടി വന്നു. അതായത് യഥാർത്ഥത്തിലുള്ള CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രത്തിൽ നിന്നുകൊണ്ടുള്ള നിലപാട് CPIക്ക് സ്വീകരിക്കേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPയുമായി ഒരു കോംപ്രമൈസ് സ്വീകരിച്ചുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിടാനുള്ള CPMൻ്റെ തീരുമാനത്തെ അവർക്ക് തിരുത്തേണ്ടിയും വന്നു. അപ്പോൾ ഇതൊന്നും വാർത്തയാകാതിരിക്കാൻ വേണ്ടിയാണ് നിയമസഭയെ പോലും അവഗണിച്ചുകൊണ്ട് ബജറ്ററി പ്രൊസീജിയറിനെ പോലും അവഗണിച്ചുകൊണ്ട് 2021 കേരളത്തെ സംസ്ഥാനത്തിലെ സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് നൽകേണ്ട ആനുകൂല്യം പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്തായാലും ഈ ക്യാപ്സ്യൂൾ വിഴുങ്ങുന്ന സൈബർ അണികൾക്കും CPMന്റെ നേതാക്കൾക്കും ഒക്കെ ഇത് വലിയ പ്രഖ്യാപനമായിരിക്കാം. പക്ഷേ പൊതുബോധമുള്ള സാധാരണ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയത് എന്നുള്ളത്. വളരെയധികം നന്ദി ശ്രീ രജനീസ് ഉണ്ണിത്താൻ, ശ്രീ പ്രേംഭാസിൻ, ഉഷ ഉടമനക്കൽ, B റെജി. ചർച്ച പൂർണ്ണമാവുകയാണ്. ജയ്.